ഐക്യു എന്ന കമ്പനിയുടെ പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഐക്യു നിയോ 3. ഇപ്പോൾ ഉള്ളതിൽ സ്നാപ്ഡ്രാഗൺ 865 പ്രോസസ്സറുമായിട്ട് വരുന്ന ഏറ്റവും വില കുറഞ്ഞ ഫോൺ ഇതാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഐക്യു നിയോ 3യുടെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത് വരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഐക്യു നിയോ 3 വരുന്നത് 6.57 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേയുമായിട്ടാണ്. IPS LCD പാനലാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഫോണിൽ നമുക്ക് AMOLED ഡിസ്പ്ലേ ലഭിക്കുന്നില്ല. ഫോണിൻ്റെ വില കുറയ്ക്കാനായിരിക്കാം ഈ ഫോണിൽ AMOLED ഡിസ്പ്ലേ കൊടുക്കാതിരുന്നത്. പിന്നെ AMOLED ഡിസ്പ്ലേ ഇല്ലെങ്കിലും ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ HDR10 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും കൂടിയ റിഫ്രഷ് റേറ്റ് 144 ഹെർട്സ് ആണ്. അപ്പോൾ ഈ ഫോൺ നമ്മൾ യൂസ് ചെയ്യുമ്പോഴും സ്ക്രോൾ ചെയ്യുമ്പോഴൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ലഭിക്കും. പിന്നെ 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ നമുക്ക് ഒരു പഞ്ചോൾ ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. ഫോണിൻ്റെ പഞ്ചോൾ വരുന്നത് ടോപ്പ് റൈറ്റ് ഭാഗത്തായിട്ടാണ്. പിന്നെ ഈ ഫോണിൽ നമുക്ക് ഏകദേശം 90.4% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ലഭിക്കുന്നുണ്ട്. ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത് ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ്. പിന്നെ ഈ ഫോണിൻ്റെ ബാക്കിൽ നമുക്ക് ഒരു ഗ്രേഡിയൻറ്റ് കർവ് ഫിനിഷ് ലഭിക്കുന്നുണ്ട്. ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 198 ഗ്രാമാണ്. പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 865 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇത് സ്നാപ്ഡ്രാഗണിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. അപ്പോൾ ഈ ഫോണിൽ നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരിക്കും ലഭിക്കുക. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ഈ ഫോണിൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ നമുക്ക് 6 GB റാമാണ് ലഭിക്കുന്നത്. 8 GB റാമുമായിട്ട് വരുന്ന 2 വെർഷൻസുകൾ വേറെ വരുന്നുണ്ട്. 12 GB റാമുമായിട്ട് വരുന്ന മറ്റൊരു വെർഷനും വരുന്നുണ്ട്. 6 GB റാമിൻ്റെ കൂടെ നമുക്ക് 128 GB ഇൻറ്റേർണലാണ് ലഭിക്കുന്നത്. 8 GB റാമിൻ്റെ കൂടെ ഒരു വെർഷനിൽ 128 GB ഇൻറ്റേർണലും മറ്റൊരു വെർഷനിൽ 256 GB ഇൻറ്റേർണലുമാണ് വരുന്നത്. പിന്നെ 12 GB റാമിൻ്റെ കൂടെ നമുക്ക് 128 GB ഇൻറ്റേർണലാണ് ലഭിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, UFS 3.1 സ്റ്റോറേജ് ടൈപ്പുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റോറേജ് ടൈപ്പാണിത്. പിന്നെ ഈ ഫോണിൽ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള LPDDR5ൻ്റെ റാം ലഭിക്കുന്നില്ല. പകരം പഴയ LPDDR4Xൻ്റെ റാമുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണ് പെട്ടെന്ന് ഹീറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ ലിക്വിഡ് കൂളിംഗ് എന്നുള്ള ടെക്നോളജി ഈ ഫോണിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഗെയിമിംഗ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഗെയിം സ്പേസ് 3.5 എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗെയിം കളിക്കുമ്പോൾ നല്ല വൈബ്രേഷൻ എഫക്റ്റ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് 4D ഗെയിം ഷോക്ക് 2.0 എന്നുള്ള ഫീച്ചറും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഗെയിം വോയിസ് ചേഞ്ചർ 2.0 എന്നുള്ള ഫീച്ചറും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിൻ്റെ ഓവറോൾ പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് മൾട്ടി ടെർബോ 3.0 എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ നമുക്ക് Wi-Fi 6 ലഭിക്കുന്നുണ്ട്. ആൻഡ്രോയിഡ് 10 ബേസ് ചെയ്തിട്ടുള്ള ഐക്യു UI സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ നമുക്ക് 3 ക്യാമറ സെൻസേഴ്സാണ് ലഭിക്കുന്നത്. 48 മെഗാപിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. ഇത് സോണി IMX 582ൻ്റെ സെൻസറാണ്. പിന്നെ 8 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 112 ഡിഗ്രിയാണ്. പിന്നെ 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന മാക്രോ ലെൻസും വരുന്നുണ്ട്. ഫോണിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് 16 മെഗാപിക്സലിൻ്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയാണ് ലഭിക്കുന്നത്. ഈ ഫോണിൽ നമുക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ലഭിക്കുന്നുണ്ട്. ഹൈറസ് ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 3.5mm ഓഡിയോ ജാക്കുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ 4500 mAhൻ്റെ ബാറ്ററിയാണ് ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നത്. പിന്നെ 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കമ്പനി അവകാശപ്പെടുന്നത് ഏകദേശം 20 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഫോൺ 50% വരെ ചാർജ് ചെയ്യാൻ കഴിയുമെന്നാണ്. അതുപോലെ തന്നെ 58 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഫോൺ ഫുള്ളായിട്ട് ചാർജ് ചെയ്യാൻ കഴിയുമെന്നും പറയുന്നുണ്ട്. Type-C ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ചൈനയിലാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ വില വരുന്നത് ഏകദേശം 28,000 രൂപ മാത്രമാണ്. പിന്നെ ഈ ഫോൺ മിക്കവാറും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. കാരണം ഐക്യു ഇന്ത്യയിൽ ഇപ്പോൾ സെപ്പറേറ്റ് ഒരു ബ്രാൻഡാണ്. പിന്നെ ഐക്യു നിയോ 3 ലോഞ്ച് ചെയ്ത അതേ ദിവസം തന്നെ ഇന്ത്യയിൽ ഐക്യു 3യുടെ വില കുറച്ചിരുന്നു. ഇത് മിക്കവാറും ഐക്യു നിയോ 3 ലോഞ്ച് ചെയ്യാനുള്ളതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച ഫീച്ചേഴ്സുമായിട്ടാണ് ഐക്യു നിയോ 3 വരുന്നത്. അതും വളരെ കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ. ഈ പ്രൈസ് റേഞ്ചിൽ ഇന്ത്യയിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് ഫ്ലാഗ്ഷിപ്പ് കില്ലർ ഫോണുകൾക്കൊക്കെ നല്ലൊരു കോമ്പറ്റീഷൻ ആയിരിക്കും.